മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് RCB IPL 2025 ഏറ്റവും കിടിലൻ മാച്ച് എന്ന് പറയുന്നത് ഇന്നലത്തെ മാച്ചായിരുന്നു. RCB കളി കൊണ്ടുപോയെങ്കിലും മുംബൈ പൊരുതിയാണ് തോറ്റത്. 430 റൺസ് ആണ് ഇന്നലെ രണ്ട് ടീമും കൂടെ അടിച്ചു കൂട്ടിയത്. RCBയുടെ ചേട്ടൻ പാണ്ഡ്യയുടെ ലാസ്റ്റ് ഓവറിലെ ഫസ്റ്റ് ബോള് സാറ്റ്നർ പൊക്കി അടിച്ച ബോള് ഒരു 2 ഇഞ്ച് ഉയരത്തിലും കൂടെ പൊങ്ങിപ്പോയിരുന്നുവെങ്കിൽ അതൊരു 6 പോകേണ്ട ബോളാണ്. പക്ഷേ ആ പന്ത് ടിം ഡേവിഡിന്റെ കൈകളിൽ കിട്ടിയതോടുകൂടിയാണ് RCBയുടെ സൈഡിലേക്ക് കളി മാറിയത്. ആദ്യ ബാറ്റിംഗിൽ ഇറങ്ങിയ RCB പവർ പ്ലേയിൽ അടിച്ചു കൂട്ടിയത് 73 റൺസ്, ഒറ്റ വിക്കറ്റ് നഷ്ടത്തിൽ. കുറെ കാലത്തിന് ശേഷമാണ് വിരാട് കോഹ്ലിനെ ഇത്ര അഗ്രസീവായിട്ട് കളിക്കുന്ന കാണുന്നത്. മുംബൈ ബാറ്റിംഗിൽ ഇറങ്ങിയപ്പോ പവർ പ്ലേയിൽ അടിച്ചത് 54 റൺസ്, 2 വിക്കറ്റ് നഷ്ടത്തിൽ. അപ്പൊ തന്നെ 19 റൺസിന്റെ ഡിഫറൻസ് ആയി. ഇനി 10 ഓവർ കഴിയുമ്പോ RCB അടിച്ചത് 100 റൺസ്, 2 വിക്കറ്റ് നഷ്ടത്തിൽ. മുംബൈ ആണെങ്കിൽ 10 ഓവർ കഴിഞ്ഞപ്പോ 84 റൺസ്, 3 വിക്കറ്റ് നഷ്ടത്തിൽ. 15 ഓവർ കഴിയുമ്പോ RCBക്ക് 151 റൺസിന് 4 വിക്കറ്റ്. ഹാർദിക് പാണ്ഡ്യയെ ചെളിവാരി എറിഞ്ഞവരെല്ലാം ഇന്നലെ ഹാർദിക് പാണ്ഡ്യയെ കൈയടിച്ച ദിവസമാണ്. അദ്ദേഹം ഫേസ് ചെയ്ത് ആദ്യത്തെ 7 ബോളിൽ അടിച്ചു കൂട്ടിയത് 32 റൺസ് ആണ്. അങ്ങനെ 15 ഓവർ കഴിഞ്ഞപ്പോ മുംബൈ ഇന്ത്യൻസ് 157 റൺസ്, 4 വിക്കറ്റ് നഷ്ടത്തിൽ. അങ്ങനെ മാച്ച് ക്ലോസ് ചെയ്യുമ്പോ RCB 221 റൺസ്, മുംബൈ വെറും 12 റൺസിന് കളി തോറ്റു. 19 ബോളിൽ 40 റൺസ്. ജിതേഷ് ശർമ്മയുടെ ഈ ഫിനിഷിംഗ് ആണ് RCBയെ 221 വമ്പൻ ടോട്ടലിലേക്ക് കൊണ്ടുപോകുന്നത്. RCB തോക്കുന്നതും ഇതുപോലത്തെ ഹൈ സ്കോറിംഗ് മാച്ചുകൾ തന്നെയാണ്. ബാറ്റ്സ്മാൻമാർ എത്ര റൺസ് അടിച്ചു വാരി കൂട്ടിയാലും ബോളർമാർ അത് തിരിച്ചു കൊടുക്കും, അതിന്റെ ഇരട്ടിയായിട്ട്. പക്ഷെ ഇത്തവണ RCBക്ക് തുണയായത് എക്സ്പീരിയൻസ് ആണ്, ഭുവനേഷ് കുമാറിന്റെയും ഹേസൽവുഡിന്റെയും. അവരുടെ തഴക്കം വന്ന ബൗളിംഗ് മികവാണ് RCBക്ക് ഇപ്രാവശ്യം വിജയങ്ങൾ നേടിക്കൊടുക്കുന്നത്. MI ഫാൻസിന് വളരെ വിഷമം ഉണ്ടായ ഒരു കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം തിലക് വർമ്മയെ തിരിച്ചു വിളിച്ചത്. പക്ഷേ ഇന്നലത്തെ കളിയിൽ തിലക് വർമ്മ മുംബൈ മാനേജ്മെന്റിനോട് തന്നെ ബാറ്റ് കൊണ്ട് ഉത്തരം പറഞ്ഞു. 29 ബോളിൽ 56 റൺസ്. ഇന്നലെ തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ചേർന്നെടുത്ത പാർട്ട്ണർഷിപ്പാണ് ഒരു നിമിഷം RCBയുടെ ഫാൻസിന് ഒരു നെഞ്ചുവേദന ഉണ്ടാക്കിയത്. ക്യാപ്റ്റൻ ആയിട്ടുള്ള രജത് പടിദാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 32 ബോളിൽ 64 റൺസ് എടുത്ത് നിൽക്കുമ്പോ വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ കൂളെന്ന് തന്നെ വിളിക്കാം. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയില് RCB വിജയങ്ങള് രുചിച്ചു തുടങ്ങി. 17 വർഷങ്ങൾക്ക് ശേഷം ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിലിട്ട് ചെന്നൈയെ തോപ്പിച്ചു. ഇപ്പോ 10 വർഷങ്ങൾക്ക് ശേഷം മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ടിലിട്ട് RCB തോൽപ്പിച്ചു. ഇന്നലത്തെ മുംബൈ ഇന്ത്യൻസിന്റെ പരാജയത്തിൽ എടുത്തു പറയേണ്ട കോൺട്രിബ്യൂഷൻസ് ദീപക് ചാഹറിന്റെയും അതുപോലെ തന്നെ ബോൾട്ടിന്റെയുമാണ്. RCBയുടെ ബാറ്റ്സ്മാൻമാർക്ക് വാരിക്കോരി റൺസ് കൊടുത്തത് ഇവർ രണ്ടുപേരുമാണ്. ഒരാളെയും കൂടെ പറയേണ്ടതുണ്ട്, സൂര്യകുമാർ യാദവിന്റെ സ്ലോ ഇന്നിംഗ്സ്. സൂര്യകുമാർ യാദവ് മറന്നുപോയിരുന്നു താൻ IPL ആണ് കളിക്കാൻ വന്നെന്നുള്ള കാര്യം.